നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൽ അനുഗ്രഹീതരായ ദൈവമക്കളെ, ഒരിക്കൽ കൂടി ഈ നല്ല സമയത്ത് നിങ്ങൾക്ക് ഞാൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം പറയുന്നു. സന്തോഷത്തോടെ നമ്മൾ ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ ഒരുങ്ങുകയാണ്. ഇന്നും നിങ്ങൾ വചനം കേൾക്കാൻ കാണിക്കുന്ന താല്പര്യത്തിന് സർവശക്തനായ ദൈവം നിങ്ങൾക്ക് നന്മയും അനുഗ്രഹവും പ്രതിഫലവും നൽകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്കെപ്പോഴും കാതോർത്താൽ ദൈവശബ്ദം കേൾപ്പിക്കുന്ന, മനസ്സ് വെച്ചാൽ ഹൃദയം തുറന്ന് നമ്മുടെ ഉള്ളിൽ വചനത്തിൻ്റെ വിത്ത് പാകുന്ന നല്ലവനും വിശ്വസ്തനുമായിരിക്കുന്ന നമ്മുടെ കർത്താവിന് ഒത്തിരി സ്തോത്രവും സ്തുതിയും മഹത്വവും പുകഴ്ചയും കരയറ്റിക്കൊണ്ട് സർവശക്തനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ശിരസ് നമിച്ച് നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവശബ്ദത്തിനു വേണ്ടി കാതോർക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മെ ഇന്നും ഹൃദ്യമായി ഇടപെട്ട് സംസാരിച്ച് സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ ദൈവിക ആലോചനയ്ക്ക് ആധാരമായിരിക്കുന്ന വേദവാക്യം ഇരമ്യാ പ്രവചനത്തിൽ നിന്നാണ്. ഇരമ്യാ പ്രവചനം 2-ാം അധ്യായം 31-ാമത്തെ വാക്യം. ഇരമ്യാ പ്രവചനം 2-ാം അധ്യായം 31-ാമത്തെ വാക്യം. ഇപ്പോഴത്തെ തലമുറയായുള്ളവേ, യഹോവയുടെ അരുളപ്പാട് കേൾപ്പീൻ. ഞാൻ ഇസ്രായേലിന് ഒരു മരുഭൂമിയായിരുന്നോ, അന്ധകാര പ്രദേശമായിരുന്നോ? ഞങ്ങൾ കെട്ടഴിഞ്ഞ് നടക്കുന്നു, ഇനി നിൻ്റെ അടുക്കൽ വരികയില്ല എന്ന് എൻ്റെ ജനം പറയുന്നത് എന്തിന്? ഞങ്ങൾ കെട്ടഴിഞ്ഞ് നടക്കുന്നു എന്ന് എൻ്റെ ജനം പറയുന്നു. 31-ാം വാക്യം വിരൽ ചൂണ്ടുന്നത്, അഥവാ 31-ാം വാക്യം സംബോധന ചെയ്യുന്നത് ദൈവം പറയുകയാണ്, ഇപ്പോഴത്തെ തലമുറയായുള്ളവേ. ഇപ്പോഴത്തെ തലമുറ, ഓരോ തലമുറയ്ക്കും ഓരോ ജനറേഷനും വിവിധ തരത്തിലെ പ്രത്യേകതകൾ നമുക്ക് തിരുവെഴുത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. ഓരോ തലമുറകൾ, പിതാക്കന്മാരുടെ തലമുറ, പൂർവികന്മാരുടെ തലമുറ എന്നൊക്കെ പറയുന്ന ഒത്തിരി തലമുറകൾ. ഓരോ കാലഘട്ടം കഴിഞ്ഞു പോകുമ്പോൾ തലമുറകൾക്ക് മാറ്റം വരുന്നു. ഇതൊരു ആധുനിക കാലമാണ്. ആത്മീകതയിലും ഭൗതികതയിലും എല്ലാ മേഖലയിലും തലമുറ മാറുമ്പോൾ പരിഷ്കാരങ്ങൾ വരിക, അവരവരുടെ ഇംഗിതത്തിനും ഇഷ്ടത്തിനും തക്കവണ്ണം കാര്യങ്ങളെ മാറ്റുക. നമ്മുടെ മുൻ തലമുറകളെ 30 വർഷങ്ങൾക്ക് മുമ്പുള്ള തലമുറ ഓർക്കാൻ പറ്റുമോ? ഇന്ന് ആരാധനയിൽ, ആരാധനാലയത്തിൻ്റെ കെട്ടിലും മട്ടിലും, വസ്ത്രധാരണത്തിൽ, സംസ്കാരത്തിൽ, പ്രഭാഷണങ്ങളിൽ, പാട്ടുകളിൽ എല്ലാം തലമുറ മാറിയപ്പോൾ മാറ്റം വന്നില്ലേ? തലമുറ മാറുമ്പോൾ 2 കാര്യങ്ങൾ. ഒരു ഭാഗം അനുകൂലവും പോസിറ്റീവുമാണ്. ഒത്തിരി മാറ്റങ്ങൾ വന്നു, ഒത്തിരി നന്നായി. ഉറക്ക ചിന്തിക്കുന്നവർ, തുറന്ന മനസ്സോടെ ഇടപെടുന്നവർ, സമൂഹവുമായിട്ട് ഇടപെടുന്നവർ ഒക്കെ നല്ല കാര്യം. മറുഭാഗത്ത് അതേ തലമുറ തന്നെ ദൈവത്തെ കോപിപ്പിച്ചും പ്രമാണങ്ങളിൽ നിന്ന് മാറിയും അവനവൻ്റെ ഇഷ്ടത്തിന് ദൈവിക വ്യവസ്ഥകളെ കാറ്റിൽ പറത്തിക്കൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു പ്രവണത, ഇതെല്ലാം നമുക്ക് കാണാൻ കഴിയും. നമ്മൾ അത്രയും വിലയിരുത്തി വിമർശനാത്മകമായ രീതിയിൽ ഇന്നത്തെ തലമുറയും പഴയ തലമുറയും കൂടി ത്രാസിലിട്ട് തൂക്കാൻ നമ്മൾ തുനിയുകയല്ല ഈ രാവിലത്തെ അല്പസമയം. ഇന്നത്തെ തലമുറയുടെ ഒരു പരാജയം, ഒരു പരാധീനത ഈ വാക്യത്തിനകത്തുണ്ട്. അത് മാത്രം, ബാക്കിയുള്ളതെല്ലാം ഞാൻ മാറ്റിയിട്ട് അത് മാത്രം ഞാനിങ്ങ് പുറത്തേക്ക് എടുക്കാം, എങ്കിലേ നമുക്കിത് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് ഈ വാക്യത്തെ ക്രോഡീകരിക്കുകയാണ്. ഇടയ്ക്കുള്ളതെല്ലാം നമ്മൾ തട്ടി മാറ്റി വയ്ക്കുകയാണ്. എന്നിട്ട് ഞാനിങ്ങനെ പറയാം, ഇപ്പോഴത്തെ തലമുറ പറയുന്നു, ഞങ്ങൾ കെട്ടഴിഞ്ഞ് നടക്കുന്നു. അപ്പോൾ ഇപ്പോഴത്തെ തലമുറയുടെ ഒരു വലിയ പ്രശ്നം കെട്ടഴിഞ്ഞ തലമുറയാണെന്ന്. അങ്ങനെ ആ വാക്യം നമുക്കൊന്ന് എഡിറ്റ് ചെയ്താൽ കിട്ടും. ഇപ്പോഴത്തെ തലമുറ അവർ തന്നെ പറയുക, ഞങ്ങളെ ആരും കെട്ടാൻ സമ്മതിക്കത്തില്ല, ഞങ്ങളെ ആരും നിയന്ത്രിക്കേണ്ട, ഞങ്ങളെ ആരും കൺട്രോൾ ചെയ്യേണ്ട, ഞങ്ങളെ ആരെയും അടിമകളല്ല. ഞങ്ങൾക്കറിയാം, നിങ്ങൾക്ക് എന്തറിയാം, അതുകൊണ്ട് ഞങ്ങളെ ആരും ബൈൻഡ് ചെയ്യാൻ നോക്കണ്ട. എന്നാൽ മുൻ തലമുറയുടെ ഏറ്റവും വലിയ അനുഗ്രഹത്തിലൊന്നായിരുന്നു, അവർ കെട്ടഴിഞ്ഞവരല്ലായിരുന്നു, ഒരു കെട്ടപ്പെട്ടവരായിരുന്നു. എന്ന് പറഞ്ഞാൽ അടിമകൾ എന്നല്ല അതിനർത്ഥം. കെട്ടപ്പെടുക എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഭാഷയിൽ, ആത്മീകരുടെ ഭാഷയിൽ അങ്ങ് ബന്ധനവും പ്രശ്നവുമാണ്. പക്ഷേ അതറിയണമെങ്കിൽ നിങ്ങൾ പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യത്തിൽ ഇസ്രായേൽ കാളക്കുട്ടി ഉണ്ടാക്കിയ സംഭവത്തോടുള്ള ബന്ധത്തിൽ ദൈവം അഹരോനെ കുറ്റപ്പെടുത്തുന്ന ഒരു കുറ്റപ്പെടുത്തലുണ്ട്. അഹരോൻ ജനത്തെ കെട്ടഴിച്ചു വിട്ടു. അപ്പോൾ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ഈ കെട്ട് എന്നൊക്കെ പറയുന്നത് ഒരു കൺട്രോൾ എന്ന് ശരിക്കും കരുതിയാൽ മതി. ഒരു ഭയങ്കര നിയന്ത്രണം ഉണ്ടായിരുന്നു, ഒരു കൺട്രോൾ ഉണ്ടായിരുന്നു.
ആരാണ് ഈ ജനത്തെ കെട്ടിയത്? അഹരോനോ മോശയോ? ഇവരാരും കെട്ടിയില്ല. ദൈവമാണ് ഇതിനെ കൺട്രോൾ ചെയ്ത് ഒരു 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 ചരടിനകത്ത് ഇവരെ എല്ലാവരെയും കൂടി സെറ്റ് ചെയ്തത്. പക്ഷെ അഹരോൻ എന്ത് ചെയ്തു? മോശ പർവ്വതത്തിൽ കയറിപ്പോയ സമയത്ത് ഈ കെട്ട് പൊട്ടിച്ചു വിട്ടു. അപ്പോൾ അവനവൻ ഇഷ്ടം പോലെ പ്രവർത്തിക്കാൻ, അവനവന് തോന്നിയതുപോലെ ആരാധിക്കാൻ, തോന്നിയതിനെല്ലാം ദൈവമേ എന്ന് വിളിക്കാൻ ഈ കെട്ടഴിഞ്ഞപ്പോൾ ഒരു സ്ഥിതി ഉണ്ടായി. അപ്പം ഞാൻ ചോദിക്കുന്നു, നിങ്ങളുടെ കുടുംബത്തിൽ 5 പേര് 6 പേര്, നമ്മൾ ഇസ്രായേൽ പാളയത്തെ ലക്ഷക്കണക്കിന് ആളുകളെ ലോകത്തെ മുഴുവനൊന്നും കാണുന്നില്ല, റെഡ്യൂസ് ചെയ്യുക. നിങ്ങളുടെ വീട്, നിങ്ങളുടെ കൂട്ടായ്മ, നിങ്ങളെന്ത് പറയുന്നു? ഈ ഇത്രയും നേരം ഞാൻ 3-4 മിനിറ്റേ പറഞ്ഞോളൂ. ഇത്രയും നേരം കൊണ്ട് എന്ത് വിചാരിക്കുന്നു? ഒരു ദൈവിക നിയന്ത്രണം ഉള്ളതല്ലേ നല്ലത്? ഈ ബൈബിളിൻ്റെ ഭാഷ തന്നെ എടുക്കാം. ഒരു കെട്ട്, ദൈവം നമ്മളെ കെട്ടി ഒരു കൺട്രോൾ ഉള്ളതല്ലേ നല്ലത്? ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിച്ചുകൂടെ? എൻ്റെ കർത്താവേ, എന്നെയും എൻ്റെ കുടുംബത്തെ, എൻ്റെ കുഞ്ഞുങ്ങളെയും കെട്ടഴിച്ച് വിടല്ലേ. ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ ഒന്നാ ദൈവമക്കൾ, എന്നെ ഇഷ്ടത്തിന് വിടല്ലേ. എൻ്റെ ഇഷ്ടത്തിന് വിട്ടാൽ ഞാൻ ചീത്തയാണ്. അതിപ്പോഴും എനിക്കറിയാം. എന്നെ കർത്താവിൻ്റെ കടിഞ്ഞാണിൽ നിർത്തണേ. എൻ്റെ മക്കളെ അങ്ങനെ നിർത്തണേ. കെട്ടഴിച്ച് വിടല്ലേ. ഈ കെട്ട് കുടഞ്ഞു പിടിച്ച് ഊരിപ്പോകല്ലേ. ഇത് മുറുക്കി പിടിക്കണേ. അങ്ങനെയല്ലേ പ്രാർത്ഥിക്കേണ്ടത്? ഈ കെട്ടിനെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ മനസ്സിനകത്ത് വായിച്ച് ധ്യാനിച്ചപ്പോൾ എൻ്റെ മനസ്സ് കുറേ പുറകിലേക്ക് പോയി. ഞങ്ങൾക്ക് എൻ്റെ പിതാവിന് മൃഗങ്ങളെ, പശുക്കളെ മേടിച്ച് അതിനെ വളർത്തി, അതിനെ പരിചരിച്ച്, അതിനെ പ്രസവിപ്പിച്ച്, അതിനെ വിൽക്കുന്ന ഒരു വ്യവസായം അല്ലെങ്കിൽ ഒരു തൊഴിൽ ജീവിക്കാൻ വേണ്ടിയിട്ടേ. അപ്പം ഞാനിതെല്ലാം കണ്ടിട്ടുണ്ട്. ഒരാൾ വന്ന് ഞങ്ങളുടെ വീട്ടിൽ നിൽക്കുന്ന പശുവിനെയോ ഒരു കിടാവിനെയോ വാങ്ങിക്കാൻ വേണ്ടി വരുമ്പോൾ, അന്നേ കാലത്ത്, ഇന്നത്തെ എനിക്കറിയില്ലല്ലോ, ഞാനിന്നൊരു കർത്തൃദാസനല്ലേ, 10-30 വർഷമായിട്ട് ബൈബിളല്ലാതെ വേറെ ഒന്നുമായിട്ട് അധികം ബന്ധമില്ലാതിരിക്കുകയല്ലേ. എന്നാൽ എൻ്റെ കുഞ്ഞുനാളിൽ എത്രയോ പ്രാവശ്യം ഞങ്ങളുടെ വീട്ടിൽ വന്ന ആളുകൾ പശുവിനെ വാങ്ങിച്ചു. എൻ്റെ അപ്പൻ്റെ കൂടെ ഞാൻ പോയിട്ടുണ്ട് പശുക്കളെ ഇങ്ങോട്ട് വാങ്ങിക്കാൻ. അപ്പം അന്നത്തെ ഒരു സ്ഥിതിയുണ്ട്. പശുവിനെ വാങ്ങിക്കാൻ വരുന്ന ആൾ ഒരു കയറ് കൊണ്ടാണ് വരുന്നത്. ഞങ്ങളുടെ വീട്ടിൽ കയറൂരി നിൽക്കുകയല്ല പശു. ഞങ്ങളുടെ വീട്ടിൽ കയറിൽ പശുവിനെ കെട്ടി നിർത്തിയിരിക്കുക. പക്ഷെ വാങ്ങിക്കാൻ വരുന്നയാൾ കയ്യിലിങ്ങനെ ഒരു കയറ് ചുറ്റി പിടിച്ചിരിക്കും. ചിലപ്പോൾ പഴയതായിരിക്കും, ചിലപ്പോൾ അദ്ദേഹത്തിന് വീട്ടിൽ ഉപയോഗിക്കുന്ന പഴയതോ, ചിലപ്പോൾ പുതിയതോ ആയിരിക്കും. മിക്കവാറും പുതിയ കയറും കൊണ്ടാണ് വരുന്നത്. എന്നിട്ട് പശുവിനെ വിലയൊക്കെ പറഞ്ഞ് മേടിക്കുന്ന സമയത്ത് ഈ പശുവിനെ വാങ്ങിക്കുന്നയാൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ചുറ്റിപ്പിടിച്ചിരിക്കുന്ന കയറ് ഈ പശുവിനെ വിൽക്കുന്നയാളുടെ കയ്യിലേക്ക് കൊടുക്കും. ചിലപ്പോൾ എൻ്റെ അമ്മയുടെ കയ്യിലേക്ക്, ചിലപ്പോൾ എൻ്റെ അപ്പൻ്റെ കയ്യിലേക്ക്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ വിൽക്കുന്ന പശുവിനെ കെട്ടിയിരിക്കുന്ന ആ കയറ് കഴുത്തിൽ നിന്ന് ഊരിയെടുക്കും. എന്നിട്ട് അയാൾ കൊണ്ടുവന്ന കയറ് ഈ പശുവിൻ്റെ കഴുത്തിലേക്ക് ഇട്ട് കൊടുക്കും. അതിന് അങ്ങനെ ഇട്ട് ആ കയറ് അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് കൊടുക്കുക. ഈ കൊണ്ടുവന്ന കയറ് പശുവിൻ്റെ കഴുത്തേലിട്ടതിന് ശേഷം ഞങ്ങളുടെ കയറ് ഊരിയെടുത്തിട്ട് കൊണ്ടുവന്ന കയറ് പശുവിൻ്റെ കഴുത്തേലിട്ടതിൻ്റെ അഗ്രം അത് അങ്ങേരുടെ വാങ്ങിച്ചവൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നു. ആ സമയത്ത് അദ്ദേഹം ചിലപ്പോൾ അന്നത്തെ കാലത്ത് 1 വെള്ളി രൂപ, 1 രൂപ, ചിലപ്പോൾ 2 രൂപ അത് ഈ കയറ് കൊടുക്കുന്ന എൻ്റെ അപ്പനാണെങ്കിൽ എൻ്റെ അമ്മയാണെങ്കിൽ അവരുടെ കയ്യിൽ ഇത് പശുവിന് കൊടുത്ത വിലയിൽപ്പെട്ടതല്ല. അതിന് പിടിക്കാണം എന്നാണ് പറഞ്ഞിരുന്നത്. പിടിക്കാണം. പഴയ ആളുകൾക്ക് ഓർമ്മയുണ്ടോയെന്നറിയില്ല. ഞങ്ങളുടെ ഭാഷയാ നാട്ടിലെ ആ 1 രൂപ കൊടുക്കും. ഇതൊരു അവകാശ കൈമാറ്റമാണ്. ഈ കയറ് മാറി. ഇനി ആ പഴയ കയറല്ല, ഒരു പുതിയ കയറും കൊണ്ട് വന്ന് അദ്ദേഹത്തിൻ്റെ സ്വന്തമാക്കി. ഇതുപോലെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത മണ്ഡലത്തിൽ ഫറവോൻ്റെയും ഫറവോൻ്റെ ദൈവങ്ങളുടെയും പിടിയിലായിരുന്ന അവൻ്റെ കയറ് കഴുത്തേ കിടന്ന ദൈവത്തിൻ്റെ ജനത്തിൻ്റെ കയറ് ദൈവം ഊരിയിട്ട് കെട്ടഴിച്ച് വിട്ടുന്നല്ല, സർവശക്തൻ കൊണ്ടുവന്നൊരു കയറ് ഈ ജനത്തിനെ ഞാൻ അങ്ങനെ ഭാവന കാണുക അവരുടെ മേലിട്ടു. എന്നിട്ട് ഈ കയറിൻ്റെ അറ്റത്ത് ദൈവം പിടിച്ചു, അല്ലെങ്കിൽ ദൈവമാക്കി വെച്ചവരെ ഏൽപ്പിച്ചു. പ്രിയരെ, നിങ്ങൾ ആത്മാവിൽ കാണണം. കയറൂരി നടക്കരുത്. നിങ്ങളുടെ പിള്ളേരെ ഈ സന്ദേശം കേൾപ്പിക്കണം. അവരനുസരിക്കുന്നവരും നല്ലവരും ഭാവിയെക്കുറിച്ച് പ്രത്യാശയുള്ളവരാണെങ്കിൽ അവരോട് ഈ വക വാക്യങ്ങളൊക്കെ അടിവരയിട്ട് പ്രാർത്ഥിക്കാൻ പറയണം. ഈ ലോകം വഷളാണ്.
മോശമാണ്, മ്ലേച്ഛമാണ്, വല്ലാത്ത ലോകമാണ്. കയറങ്ങാൻ ഊരിപ്പോയാൽ ഈ ബഹളി വിളിച്ച മൃഗങ്ങളുണ്ട്. എൻ്റെ കയറ് പൊട്ടിക്കുക, കയറ് കഴുത്തേന്ന് ഊരിപ്പോയാൽ പിന്നെ ഇതങ്ങ് പിടിച്ചാൽ കിട്ടിയാൽ ആഘോഷമാണ്. നമ്മുടെ പറമ്പും പുരയിടവും റോഡും വീടും എല്ലാം വിട്ട് ഓടിക്കളയും. പിന്നെ ഇതിനെ പിടിക്കണമെങ്കിൽ എത്ര പേര് പുറകെ ഓടിയിട്ടുള്ളതെന്ന് അറിയാമോ? കയറ് കഴുത്തേ കിടക്കുന്നത് നല്ലതാണ്. നമുക്ക് തന്നെ ഒരു നിയന്ത്രണമാണ്. നമ്മെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇവിടെ ഈ തലമുറയെക്കുറിച്ച് ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യിരെമ്യാവിൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുക. അപ്പോൾ പിന്നെ ഈ തലമുറയെക്കുറിച്ച് പറയാനുണ്ടോ? എന്നും മരണം വരെ എൻ്റെ കഴുത്തേലൊരു കയറിട്ടിട്ട് അതിൻ്റെ അഗ്രം എൻ്റെ ദൈവം പിടിക്കട്ടെ, എന്നെ കയറൂരി വിടാതിരിക്കട്ടെ. ഈ ലോകത്തിൻ്റെ ഇഷ്ടത്തിന്, ഈ ലോകത്തിൻ്റെ മേച്ചിൽ പുറത്ത് തോന്നിയിടത്തെല്ലാം കയറി ഞാൻ മേയാതിരിക്കട്ടെ. എനിക്ക് അനുവദിച്ചിടത്ത് മാത്രം ദൈവം എന്നെ കൊണ്ടുപോട്ടെ, അല്ലാത്തിടത്തേക്ക് എന്നെ വിടാതിരിക്കട്ടെ. എന്നെ കുറ്റിയടിച്ച് ഒരു സ്ഥലത്ത് കെട്ടട്ടെ, ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലായിരിക്കട്ടെ. മക്കൾക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കണം. ഇന്ന് ഉറങ്ങുന്നതിനേക്കാൾ മുമ്പ് ഓരോരുത്തരുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കണം. എൻ്റെ കുഞ്ഞുങ്ങളെല്ലാം കയറൂരി വിടരുത്. ഒരു പ്രായത്തിലും അവർ കല്യാണം കഴിച്ച് മക്കളുണ്ടെങ്കിലും അവരെ കയറൂരി വിടരുത്. ഈ തലമുറ കെട്ടഴിഞ്ഞ് നടക്കുന്നു. ഇത് ദൈവത്തിൻ്റെ കുറ്റാരോപണമാണ്. നിങ്ങളുടെ വീട്ടിലേക്ക്, എൻ്റെ വീട്ടിലേക്ക് നോക്കിയിട്ട്, എൻ്റെ സഭയിലേക്ക് നോക്കിയിട്ട് കുറേ എണ്ണം കെട്ടഴിഞ്ഞ് നടക്കുക. നാക്കിന് എല്ലുമില്ല, കാലിന് യാതൊരു തളർച്ചയും വേദനയില്ല, ചുമ്മാ കറങ്ങി നടക്കുക, കുറ്റം പറയുക, ദൈവനാമത്തിന് അപവാദമുണ്ടാക്കുക, തോന്നിയതുപോലെ ജീവിക്കുക. അരുത്. ദൈവസന്നിധിയിൽ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക. എന്നെ കെട്ടഴിച്ച് വിടരുത്. കെട്ടഴിഞ്ഞ് പോയതിൻ്റെ എല്ലാ വേദനയും വിഷമം അനുഭവിക്കുന്നുണ്ടല്ലോ, ദൈവം നിയന്ത്രിക്കട്ടെ, ദൈവത്തിൻ്റെ കൺട്രോളിലായിരിക്കട്ടെ. ഈ തലമുറയുടെ പരാജയം നമ്മുടെ വീട്ടിൽ കയറല്ലേ. ഈ തലമുറ കെട്ടഴിഞ്ഞ് നടക്കുന്നു എന്ന് തന്നെത്താൻ പറഞ്ഞുകൊണ്ട് നടക്കുക. നമുക്ക് ദൈവത്തിൽ സമർപ്പിച്ചിട്ട് പറയാം, ഞങ്ങൾക്കൊരു നിയന്ത്രണമുണ്ട്, ഞങ്ങൾക്കൊരു നാഥനുണ്ട്, ഞങ്ങൾക്കൊരു ഇടയനുണ്ട്. അങ്ങേരുടെ കയറിൽ നിന്ന് ഞങ്ങൾക്ക് പൊട്ടിച്ചു പോകാൻ പറ്റില്ല. ഞങ്ങൾ വരില്ല, ഞങ്ങൾ അതിനൊന്നും കൂട്ടുനിൽക്കില്ല. കാരണം നിയന്ത്രിക്കുന്നവൻ കൂടെയുണ്ട്. പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ വചനത്തിനായി സ്തോത്രം. ആരും നിയന്ത്രിക്കാനില്ലാതെ, ഒരു കൺട്രോളും ഇല്ലാതെ കെട്ടഴിഞ്ഞ് നടക്കുന്ന ഒരുപാട് പേരുള്ള ഈ ലോകത്തിൽ അങ്ങയെ വിശ്വസിക്കുന്ന ഞങ്ങൾ, അങ്ങയെ ആരാധിക്കുന്ന ഞങ്ങൾ, ഞങ്ങളുടെ മക്കൾ കെട്ടഴിഞ്ഞ് നടക്കാൻ അനുവദിക്കരുത്. അങ്ങ് തന്നെ ഞങ്ങളുടെ കയറിൻ്റെ അഗ്രത്തിൽ പിടിക്കണം. ഞങ്ങളെ അനുഗ്രഹിക്കണം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണേ പിതാവേ. ആമേൻ.